ലിസബത്ത് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. അതാണ് രസക്കാളൻ. അപ്പോൾ ഈയിടെയാണ് ഞാൻ ഈ കറിയെപ്പറ്റി അറിഞ്ഞത്. ഞാനിത് ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒന്ന് ചെയ്യാമെന്ന്. അങ്ങനെയാണ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ട്രൈ ചെയ്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. നല്ല ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ്. ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇതിന് മെയിനായിട്ട് വേണ്ടത് തൈരാണ്. അപ്പോൾ തൈര് നമ്മൾ മിക്സിയിലൊന്ന് അടിച്ചെടുക്കണം. ഞാനിവിടെ 2.5 കപ്പ് തൈരാണ് എടുത്തിരിക്കുന്നത്. ഇതിനധികം പുളിയുള്ള തൈരൊന്നുമല്ല, അതുകൊണ്ടാണ് 2.5 കപ്പ് തൈര് എടുത്തിരിക്കുന്നത്. വെള്ളമൊന്നും ചേർക്കാതെ തന്നെ മിക്സിയിൽ അടിച്ചെടുത്താൽ മതി. ഇനി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾ വേണം. രസക്കാളന് നമുക്ക് ഏത് വെജിറ്റബിൾ വേണേലും എടുക്കാമെന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ ഈ എടുത്തിരിക്കുന്ന വെജിറ്റബിൾ ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് തയ്യാറാക്കി നോക്കണം. കാരണം അതിന് നല്ല ടേസ്റ്റാണ്. മറ്റുള്ള വെജിറ്റബിൾ ഇട്ടാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത് എനിക്കറിയത്തില്ല. ഞാൻ എടുത്തിരിക്കുന്നത് മത്തങ്ങ കുറച്ചെടുത്തിട്ടുണ്ട്, ഒരു ഏത്തക്ക ഉണ്ട്, കുറച്ച് കുമ്പളങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ശർക്കര വേണം. ഇതിന് മത്തങ്ങ എന്തായാലും നിർബന്ധമാണ് കേട്ടോ. 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് വാളംപുളി പിഴിഞ്ഞത്, 2 ടീസ്പൂൺ അരി വേണം. അത് കഴുകി തോർത്തിയെടുക്കണം. മട്ടയരിയാണെങ്കിൽ നന്നായിരിക്കും. പിന്നെ കുറച്ച് വറ്റൽമുളക്, ഒരു 1/4 ടീസ്പൂൺ ഉലുവ. ഞാൻ 2 വറ്റൽമുളകാണ് എടുത്തിരിക്കുന്നത്. പിന്നെ 1 കപ്പ് തേങ്ങ ചിരകിയത് വേണം. ഉലുവയുടെ അളവും ഒട്ടും കൂടരുത്. 1/4 ടീസ്പൂണോ അതിൽ താഴെ മതി. കൂടുതലായി കഴിഞ്ഞാൽ ഒരു കയ്പ്പ് രസം ഉണ്ടാവും. പിന്നെ കടുക് പൊട്ടിക്കാനായിട്ട് 1 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, കുറച്ച് വറ്റൽമുളക്, കറിവേപ്പില, പിന്നെ പാകത്തിന് വെളിച്ചെണ്ണ. ആദ്യം ഈ കഷ്ണങ്ങളെല്ലാം കൂടി ഒന്ന് വേവിച്ചെടുക്കണം. ഒത്തിരി വെന്തലിയണ്ട, എന്നാൽ നന്നായിട്ട് വേവുകയും ചെയ്യണം. അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും, പിന്നെ പാകത്തിന് ഉപ്പ്, പുളിവെള്ളം ഇതിന് കൂടാൻ പാകത്തിനുള്ള പുളിവെള്ളം വേണം. ഈ കഷ്ണത്തിനെല്ലാം കൂടണം. അതുപോലെ നമ്മൾ നേരത്തെ വെള്ളം ഒഴിക്കണം. അപ്പോൾ ആ വെള്ളത്തിനൊക്കെ ഒന്ന് ചെറുതായിട്ട് പുളി കൂട്ടണം. അതനുസരിച്ചിട്ടുള്ള പുളിവെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ഇനി പാകത്തിന് വെള്ളം ചേർത്തിട്ട് മൂടി വെച്ച് തന്നെ നമുക്കിത് വേവിച്ചെടുക്കാം. കഷ്ണമൊക്കെ വേവണ സമയത്ത് നമുക്ക് അരി വറുത്തെടുക്കാം. അതിനായിട്ട് ഒരു പാൻ ചൂടാക്കുക. ചൂടായ പാനിലേക്ക് അരിയും ഉലുവയും ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് വറക്കണം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ അരി പൊട്ടി വരും. അതാണ് അതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത്. അരി പൊട്ടി കഴിയുമ്പം എടുത്തു വെച്ചിരിക്കുന്ന മുളകും കൂടി അതിലേക്ക് ചേർത്ത് ഒന്നുകൂടെ ഇളക്കി കൊടുത്ത് ഫ്ലെയിം ഓഫ് ചെയ്യാം. അരിയൊക്കെ പൊട്ടിക്കഴിഞ്ഞു. ഇനി അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മുളകും ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുത്താൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഈ വറുത്തെടുത്ത അരിയും ഉലുവയും മുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് തേങ്ങ നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക. കഷ്ണം വേവിക്കുമ്പോൾ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കണം. അപ്പം ഞാൻ ആ കറിവേപ്പില ആദ്യം ചേർക്കാൻ മറന്നുപോയതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ സമയത്ത് പാകത്തിന് ഉപ്പും പുളിയൊക്കെ നോക്കണം. കുറവാണെങ്കിൽ അതെല്ലാം ചേർത്ത് കൊടുക്കണം. പിന്നെ മധുരത്തിനായിട്ട് ചെറിയൊരു കഷ്ണം ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് മതി, കൂടുതലൊന്നും ആവശ്യമില്ല. പക്ഷേ ശർക്കര ഇടണം. അതാണ് ഈ രസക്കാളിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ വെജിറ്റബിളൊക്കെ വേവിക്കാൻ വെച്ച് കഴിയുമ്പം ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നു നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാണ്ടൊക്കെ നോക്കണം. വെള്ളം കുറവാണെങ്കിൽ നമ്മൾ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ കഷ്ണം എല്ലാം നല്ലതുപോലെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് തിളയ്ക്കണം. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടും ഇരിക്കണം കേട്ടോ, ഇളക്കാതെ ഇരിക്കരുത്. അപ്പോൾ ഇളക്കിയും കൊടുത്ത് തേങ്ങ നല്ലതുപോലെ തിളപ്പിക്കുക. അരപ്പ് നല്ലപോലെ ഇപ്പോൾ തിളച്ചിട്ടുണ്ട്. എന്നാലും ഒന്നും കൂടി ഒന്ന് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് തന്നെ തിളച്ചോട്ടെ. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത് ഒന്ന് ചൂടൊന്ന് ചെറുതായിട്ടൊന്ന് ഇതാകുമ്പോൾ നമ്മളതിലേക്ക് മോരൊഴിച്ച് കൊടുക്കുകയാണ്. മോരെന്ന് വെച്ചാൽ തൈര് നമ്മൾ മിക്സിയിൽ അടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഇപ്പോൾ ഓണാക്കണ്ട, നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓണാക്കിയാൽ മതി.
കാരണം ഇത് ഭയങ്കര ചൂടിലിട്ട് കഴിഞ്ഞാൽ തൈര് പിരിഞ്ഞു പോകും. അതുകൊണ്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്യാൻ പറഞ്ഞത്. ഇനി പാകത്തിന് പുളിപ്പനുസരിച്ചിട്ടുള്ള തൈര് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഞാനെടുത്തിരിക്കുന്ന തൈരിന് പുളിപ്പ് വളരെ കുറവാണ്. അതുകൊണ്ട് 2.5 കപ്പ് തൈര് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പുളിപ്പ് കുറഞ്ഞ തൈര് എടുക്കാൻ. ഇനി പുളിപ്പുള്ള തൈരേ ഉള്ളെങ്കിൽ നിങ്ങൾ പുളി കൂടാൻ പാകത്തിനുള്ള തൈര് മാത്രമേ ഒഴിക്കാവുള്ളൂ. അപ്പോൾ ചിലപ്പോൾ വെള്ളം കുറവായിട്ട് വരും. അപ്പോൾ പുളിപ്പുള്ള തൈരാണോ എന്ന് നേരത്തെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയുള്ളപ്പോൾ കഷ്ണം വേവിക്കുമ്പോൾ കുറച്ചധികം വെള്ളം ചേർക്കണം. അല്ലെങ്കിൽ തേങ്ങ അരയ്ക്കുമ്പോൾ അതനുസരിച്ച് വെള്ളം ചേർത്ത് വേണം അരയ്ക്കാനായിട്ട്. പിന്നെ ലാസ്റ്റ് നമ്മൾ വെള്ളം ഒഴിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല. അപ്പോൾ ഈ തൈരും ചേർത്ത് ഫ്ലെയിം ഓണാക്കുക, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം നല്ലോണം ഒന്ന് ചൂടായാൽ മതി, പിന്നെ തിളയ്ക്കാൻ അനുവദിക്കരുത്. തിളച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞു പോകും. അതുപോലെ തൈര് ഒഴിച്ചതിന് ശേഷം നമ്മൾ നിർത്താതെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. ഇപ്പം പാകത്തിന് ഉപ്പും പുളിയും എരിവും എല്ലാം ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് കടുക് പൊട്ടിച്ച് ചേർക്കാം. അതിനായിട്ട് ഞാൻ 2 സ്പൂൺ നിറച്ച് തന്നെ വെളിച്ചെണ്ണ എടുക്കുന്നുണ്ട്. ഇതിപ്പോൾ തണുപ്പത്തിരുന്നുകൊണ്ടാട്ടെ ഇതുപോലെ കട്ടയായിട്ടിരിക്കുന്നത്. വെളിച്ചെണ്ണ തന്നെ വേണം, അതാണ് ടേസ്റ്റ്. അതിലേക്ക് 1 ടീസ്പൂൺ കടുകും 1/4 ടീസ്പൂൺ ഉലുവയും ചേർത്ത് കൊടുക്കാം. കടുക് നല്ലപോലെ പൊട്ടി വന്നതിന് ശേഷം നമുക്കതിലേക്ക് കറിവേപ്പിലയും വറ്റൽമുളകും ചേർത്ത് കൊടുക്കാം. അതും കൂട്ടിയിട്ട് അപ്പോഴത്തേക്കും ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ചെറിയ കൂടി കിടന്നിട്ട് കറിവേപ്പിലയും മുളകൊക്കെ മൂത്തോളും. അത് കഴിയുമ്പോൾ നമ്മൾ 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്താണെന്ന് വെച്ചാൽ ഒരു കളറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. എന്നിട്ട് നമുക്ക് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം. 1 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി രസക്കാളൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇതുപോലെ തന്നെ നിങ്ങൾ ഈ രസക്കാളൻ തയ്യാറാക്കി നോക്കൂ. നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഇടയാണ് ഇതിനെപ്പറ്റി അറിഞ്ഞത് കേട്ടോ. അപ്പോൾ വലിയൊരു നഷ്ടമായിപ്പോയി നമ്മൾ ഇത്രയും കാലം ഇത് അറിയാതെ പോയത്. അത്രയ്ക്ക് ടേസ്റ്റുള്ളൊരു കറിയാണ്. അപ്പോൾ നിങ്ങൾ ഈ കാളൻ ഉണ്ടാക്കുമ്പോൾ ഞാനെടുത്ത ഈ കഷ്ണങ്ങൾ തന്നെ നിങ്ങളെടുക്കുക. ഇനി കഷ്ണം മാറ്റിക്കഴിഞ്ഞാൽ ടേസ്റ്റ് മാറുമെന്ന് എനിക്കറിയില്ല. ഞാനിങ്ങനെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഉണ്ടാക്കുമ്പം ഈ കഷ്ണങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. രസക്കാളൻ ചോറിന് പറ്റിയ നല്ലൊരു കറി കേട്ടോ. ഗുരുവായൂർ രസക്കാളൻ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഗുരുവായൂരത്ത് സ്പെഷ്യലായിരിക്കും ഈ രസക്കാളൻ. ഞങ്ങളുടെ നാട്ടിലൊന്നും ഞാനിതങ്ങനെ കേട്ടിട്ട് പോലുമില്ല. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണണം, സപ്പോർട്ട് ചെയ്യണം. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം.